ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയർ തൻ്റെ കുട്ടിക്കാലത്തെ ക്ലബ്ബായ സാന്റോസിന് വേണ്ടിയാണ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നെയ്മറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത്ര നല്ല സമയമല്ല. ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരുന്നു. സാന്റോസ് ആവട്ടെ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർ സാന്റോസിൻ്റെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കിയേക്കും എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് നെയ്മറും അദ്ദേഹത്തിൻ്റെ പിതാവും ചേർന്നുകൊണ്ട് സാന്റോസിൻ്റെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ജോർഹെ നിക്കോളയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഏകദേശം 100 മില്യൺ ബ്രസീലിയൻ റിയൽ സാന്റോസ് നെയ്മർ ജൂനിയർക്കും അദ്ദേഹത്തിൻ്റെ പിതാവിനും നൽകാനുണ്ട്. അതായത് കടമായി കൊണ്ട് നെയ്മർക്ക് നൽകാൻ ഇപ്പോൾ ഒരു വലിയ തുക അവിടെ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കും നെയ്മറും അദ്ദേഹത്തിൻ്റെ പിതാവും സാന്റോസിൻ്റെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കുക. സാന്റോസ് ഒരു ഫുട്ബോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന രൂപത്തിലേക്ക് മാറിയേക്കും. എന്നാൽ നെയ്മറും അദ്ദേഹത്തിൻ്റെ പിതാവും തനിച്ചല്ല ഈ ക്ലബിനെ ഏറ്റെടുക്കുക, മറിച്ച് ഒരു ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൂടി അവർക്കൊപ്പം ഉണ്ടാകും. ഇതിനോടകം തന്നെ ഒരു അറബ് ഗ്രൂപ്പ് ഇവർക്കൊപ്പം ചേർന്ന് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്നാൽ നിലവിൽ സാന്റോസ് റെലഗേഷൻ സോണിലാണ് ഉള്ളത്. ഇതോടുകൂടി ഇതെല്ലാം തകിടം മറിയുകയാണ്. അതായത് സാന്റോസ് ഫസ്റ്റ് ഡിവിഷനിൽ തുടർന്നാൽ മാത്രമായിരിക്കും നെയ്മറും അദ്ദേഹത്തിൻ്റെ പിതാവും ഈ ക്ലബിനെ വാങ്ങുക. സെക്കൻഡ് ഡിവിഷനിലേക്ക് തരം താഴ്ത്തപ്പെട്ടാൽ നെയ്മർ ജൂനിയർ വാങ്ങാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. സാന്റോസ് ഇത്തവണ റെലഗേഷൻ സോണിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് അടുത്ത സീസണിൽ ഫസ്റ്റ് ഡിവിഷനിൽ തന്നെ തുടർന്നാൽ നെയ്മർ ജൂനിയർ ആ ക്ലബിനകത്ത് തന്നെ തുടരാനാണ് സാധ്യത. കൂടാതെ നെയ്മറും അദ്ദേഹത്തിൻ്റെ പിതാവും മറ്റൊരു വിദേശ കമ്പനിയുമായി ചേർന്നുകൊണ്ട് സാന്റോസിൻ്റെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഈ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയിപ്പോൾ സാന്റോസ് ആകെ ചെയ്യേണ്ട കാര്യം റെലഗേഷൻ സോണിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.